മലയാളത്തിലെ ടോപ്പ് റിവ്യൂസിനെടുത്തു അശ്വിൻ കോക്ക്, ഷെസാം, പിന്നെ ഉണ്ണി വ്ളോഗ്സ് ഇവരൊക്കെ എടുത്തിട്ട് ഇവരുടെ വീഡിയോസിനെ അൽഗോറിതം വഴി വിട്ടിട്ട് ഔട്ട് ഓഫ് 200 ഈ സിനിമയ്ക്ക് എത്ര രൂപ വർത്തുണ്ട്, 200 രൂപ ടിക്കറ്റ് ആണെങ്കിൽ അശ്വിൻ കോക്കിന്റെ റിവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു 150 രൂപ വർത്താണെന്നും ഓർ 200 രൂപ തന്നെ വർത്താണെന്നും. അപ്പൊ ഓരോന്നിനും അവർ പറയുന്ന പോസിറ്റീവിന് എമൗണ്ട് ആഡ് ആവുകയും അവർ പറയുന്ന നെഗറ്റീവിന് എമൗണ്ട് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. ഭയങ്കര മാക്സ് ആണല്ലോ. വ്യൂവേഴ്സിന് ഇതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ റേറ്റ് കണ്ടാൽ മതി. നിങ്ങൾ പോണോ പോണ്ടേ, എത്ര രൂപ ടിക്കറ്റ് എടുക്കണം, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ്. ഞാൻ ഇന്നേ വരെ ഒരു സിനിമ റിവ്യൂ കാണാണ്ട് പോയിട്ടില്ല. എന്റെ ചില ഫേവറേറ്റ് റിവ്യൂവേഴ്സ് ആണ് അശ്വിൻ കോക്കും, തമിഴിലാണെങ്കിൽ ബ്ലൂ ഷട്ടൈ, രംഗൻ, ഹിന്ദി സിനിമയാണെങ്കിൽ അനുപമ ചോമ്ര. ചില സമയത്ത് ബാക്ക് ഫയർ ആവാറുണ്ട്. ചിലപ്പോൾ അവർക്കൊരു ചെറിയൊരു ബയസ് കാണും ചില അവരുടെ ഫേവറേറ്റ് ആക്ടർ ആയിരിക്കാം. എത്ര പേരുടെ റിവ്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ? ഇതിൽ സെലക്ട് ചെയ്യുന്നത് ബൈ വ്യൂസ് ആണ്. ഇവരുടെ ചാനലിൽ ആ റിവ്യൂവിന് എത്ര മാക്സിമം വ്യൂസ് വന്നോ ആ റിവ്യൂസിനെ സെലക്ട് ചെയ്യാം. ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ കോക്ക്, പിന്നെ എന്റർടൈൻമെന്റ് കിഴി, പിന്നെ തമിഴ് ടോക്കീസ്, നമ്മുടെ ബ്ലൂ ഷട്ടൈ. പുള്ളി ഈ പടത്തിന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. തമിഴിലെ എല്ലാ മലയാള സിനിമയുടെ റിവ്യൂ വരുന്നുണ്ട്. പിന്നെ ഉണ്ണി വ്ളോഗ്സ്, JBI TV, പിന്നെ റീലോഡ് മീഡിയ. ഓക്കെ, ഗുഡ്. നല്ലൊരു സാമ്പിൾ ആണിത്. നമ്മുടെ വീട്ടിലെല്ലാരും ഒരു കട്ട നിവിൻ പോളി ഫാനാണ്. പക്ഷെ ആ സിനിമ നമ്മൾ ഇതുവരെ കണ്ടില്ല. കാണാതിരിക്കാനുള്ള റീസൺ പല റിവ്യൂവും വളരെ നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് ഈ സിനിമ പോണോ വേണ്ടേ എന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് ഈ ഐഡിയ ഉദിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്തെന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയം, നമ്മുടെ ബയസും ഈ വീഡിയോയിൽ വരരുത്. അപ്പൊ അതൊരു നോൺ ഹ്യൂമൻലി ഇവാലുവേഷൻ ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് റിവ്യൂവേഴ്സ്, മോർ ദാൻ 1 lakh വ്യൂസ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരിനെ ചൂസ് ചെയ്തു. പിന്നെ ഈ മോഡൽസിന് ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാവുള്ളൂ. സബ് ടൈറ്റിൽസ് നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ഈ ട്രാൻസ്ക്രൈബ് ചെയ്ത സാധനം ഒരു സ്റ്റോറി പോലെ ആയിട്ടുണ്ട്. ഈ സ്റ്റോറിനെ നമ്മൾ സെന്റിമെന്റ് അനാലിസിസ് ചെയ്യും. സെന്റിമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സംഭവം വെച്ചിട്ട് നമ്മൾ സ്കോറിംഗ് സിസ്റ്റം ഉണ്ടാക്കി. 200 രൂപയാണ് നമ്മുടെ റേഞ്ച്. 200 രൂപയ്ക്ക് ഇപ്പൊ സ്റ്റോറിക്ക് 40 രൂപ, മ്യൂസിക്കിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് ഇവര് പറയുന്നതും അതും മാച്ച് ചെയ്യും. ഒരു മാച്ചിങ് സിസ്റ്റം മാച്ച് ചെയ്തിട്ട് ഇപ്പൊ 200 രൂപയ്ക്ക് എത്ര വസ്തു വന്നു, പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് കണ്ടുപിടിക്കും. അശ്വിൻ കോക്ക് റിവ്യൂ പറയുന്നു, അത് ഫുൾ അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 130 രൂപ വന്നു. അങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾ സ്കോറും വീഡിയോവും കമ്പയർ ചെയ്തോളൂ. അപ്പൊ അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പം ഓഡിയൻസിനും എന്താണ് ഇമ്പോർട്ടന്റ്? ഈ 200 രൂപയാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ കാണാൻ സാധാരണ മുടക്കുന്ന ടിക്കറ്റ് കോസ്റ്റ് ആണ് 200 രൂപ. പക്ഷെ ഇത് 200 മാത്രമല്ല, 200 പ്ലസ് ബുക്ക് മൈ ഷോയുടെ കൺവീനിയൻസ് ചാർജ്. നേരെ തിയേറ്ററിൽ ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇപ്പൊ കുറഞ്ഞല്ലോ. എല്ലാ ആപ്പിൽ കൂടെ അല്ലേ ബുക്ക് ചെയ്യുന്നത്. അല്ല, ഇതിലൂടെ നമ്മൾ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ, പ്രൊഡ്യൂസർ, ക്രിയേറ്റേഴ്സ്. ഇതല്ലാതെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് തിയേറ്റർ ഓണേഴ്സ്. പ്രൊഡ്യൂസർ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നത് വെച്ചാൽ റിവ്യൂസ്, ഈ റിവ്യൂ ബാഷിംഗ് എന്താ പറയുന്നത്, റിവ്യൂ എന്തോ. അതെ, അതുകൊണ്ട് അവരുടെ മൂവി ഓടുന്നില്ല. ഇവര് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള റിവ്യൂ ചെയ്യുന്നു, അഡ്വേർഡ്സ് യൂസ് ചെയ്യുന്നു. അതൊക്കെ ആണ് പ്രൊഡ്യൂസേഴ്സിന്റെ ക്ലെയിം. സോ നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കാണാതിരിക്കണ്ട, എത്ര രൂപയാണ് ഇതിന്റെ വർത്ത്, അപ്പൊ എന്ത് ടിക്കറ്റ് എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ സജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമ്മള് ഒരു തിയേറ്റർ എടുക്കുകയാണെങ്കിൽ മേളത്തെ റോ, അത് റിക്ലൈനർ ഉള്ള റോ, ഒരു PVR എക്സാമ്പിൾ എടുത്താൽ മതി. മേളത്തെ റോ 400, 450, 350 റേഞ്ച്. അവർ നമ്മളെ കണക്കിലെടുക്കണ്ട. ഞാൻ അതിലൊന്നും കയറിയിരിക്കാറില്ല. അതിന് താഴെ 200, അതിന് താഴെ 160, 140, പിന്നെ 100, 10 അറിയില്ല. 110 ഉണ്ടെന്ന്. സിനിമ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണ്ട. അതെ, ഓക്കെ. ഇപ്പൊ നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സിനിമ കാണും, അല്ലെങ്കിൽ കാണില്ല. അപ്പോൾ ഈ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, 200 ഇരിക്കണോ, അല്ലെങ്കിൽ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും 200 രൂപയ്ക്ക് വർത്തില്ലെങ്കിൽ താഴത്തെ റോ 160 ഇരിക്കുക, 160 വർത്തില്ലെങ്കിൽ 140 ഇരിക്കുക. അതിലും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തിയേറ്ററിലേക്ക് ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുമ്പോഴും മലയാളീസ് ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമയിൽ ഒറ്റ സീറ്റ് പോലും ബുക്കായിട്ടില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് 200-ലെ ഒരു ലൈൻ ബുക്കായിട്ടുണ്ട്. അത് തിയേറ്ററുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ നേർക്ക് ബുക്ക് ചെയ്യാം. ഈ സിനിമയുടെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം, അങ്ങനെ സിനിമ കാണാം. രണ്ടാമത് ശരിക്കും ഇത് തിയേറ്റർ ഓണേഴ്സ് ഇത് ഡൈനാമിക് പ്രൈസിംഗ് ആക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 3 ദിവസം 200 രൂപയ്ക്ക് വിൽക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ റേറ്റിംഗ് പോലെ നമ്മുടെ റേറ്റിംഗ് കണ്ടിട്ട് ഉപയോഗിക്കാം അവർക്ക്. അല്ലെങ്കിൽ അവർ ഇതുപോലത്തെ ഒരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് കണക്കാക്കിയിട്ട് 200 രൂപയുടെ ടിക്കറ്റിനെ 100 ആക്കും. 100, 160 ടിക്കറ്റ് അതിന് താഴെ ഒരു 90 രൂപ വെക്കും. അതിന് താഴെ വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച മുഴുവൻ സിനിമ ഓടും. അങ്ങനെ ഒരു സിസ്റ്റം എന്തായാലും വേണം. ഈ ഡൈനാമിക് കാലിയായിട്ട് കിടക്കുന്നതിലും ഭേദമല്ലേ
ഫില്ലാവുന്നത്. അതെ, പിന്നെ എന്തായാലും നിങ്ങൾ ഓർക്കണൊക്കെ തിരിച്ച് ബാക്കിയുള്ള കാശാക്കാം. ഒന്ന് ഡൈനാമിക് പ്രൈസിങ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡൈനാമിക് ആവുക. നമ്മൾ ആദ്യം ആരെ നോക്കാം? അതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഏറ്റവും കൂടുതൽ അതായത് 200-ന് 200 ഓർ അതിന്റെ അടുത്തായിട്ടുള്ള സ്കോർ ആര് കൊടുക്കുന്നു? ഈ പടത്തിന് 200 കൊടുത്ത ആൾക്കാരുണ്ടോ? സാധ്യത എനിക്ക് തോന്നുന്നു മറ്റേ ഹയസ്റ്റ് സ്കോർ എന്ന് വെച്ചോ. ഹയസ്റ്റ് സ്കോർ 200 അല്ല, JBI TV ഒരു സാധ്യത ഉണ്ട്. ബിക്കോസ് ഇവരെല്ലാം കൂടെ കഥ പറഞ്ഞല്ലോ, അപ്പൊ ആ കഥ വെച്ച് JBI കൂടുതൽ കണക്ട് ആവാൻ ബയസ് അല്ല, അൺകോൺഷ്യസ് ബയസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഉണ്ണി വ്ളോഗ്സും ആ ഒരു കാറ്റഗറിയുള്ള ആളാണ്. ആണോ? പറയാൻ പറ്റില്ല. അപ്പൊ JBI എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ഐഡിയോളജി ഇതൊക്കെ മാച്ച് ആവാൻ സാധ്യതയുണ്ട്, ബിക്കോസ് ഓഫ് ഹിസ് അതർ വീഡിയോസ്. ഞാൻ പറഞ്ഞില്ലേ? അത് എങ്ങനെയാണ്? ആണോ? അല്ല, പുള്ളിയുടെ ചാനൽ പോയി നോക്കിയാൽ മതി, വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആണ്. പക്ഷെ ഇതൊരു ബയസ് അല്ല, ഇതൊരു അൺകോൺഷ്യസ് ബയസ് ആണ്. ഇതാണ് ഇതൊരു ആക്ടറിന്റെ അടുത്തോ ആ സ്റ്റോറിയുടെ അടുത്തോ എന്തിലോട്ടും വരാം. ഇതാണ് റിവ്യൂസിനെ അഫക്ട് ചെയ്യുന്ന ഒരു വേറൊരു കാര്യം. അടുത്തത് ഉണ്ണി എന്ന് പറഞ്ഞില്ലേ, ഉണ്ണി എത്ര കൊടുത്തേ? നോക്കാം. ഇതാണോ ഹയസ്റ്റ് എന്ന് അറിയില്ല. ഉണ്ണിയും നല്ല സ്കോർ കൊടുത്തേക്കുന്നത്. 193 കൂടുതൽ എന്ത്, ഇത് 172. നല്ല നല്ല റേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ വേറൊരു വിഷയം, ഏറ്റവും കുറവ് കൊടുത്ത ആരാ? ഏറ്റവും കുറവ് കൊടുത്ത ആള് അതിന് പിന്നെ നമുക്ക് വേണമെങ്കിൽ ലൈനായിട്ട് വരാം. 0 എല്ലാവരും കൊടുത്തിട്ടുണ്ടോ? 0 ഒന്നും കൊടുത്തിട്ടില്ല. സൂപ്പർ സ്റ്റാർ കോക്കിന്റെ എത്രയെന്ന് പറ. കോക്ക് ലാസ്റ്റ് കാണിക്കാം. അതാണ് ക്ലൈമാക്സ് നമുക്ക് കോക്കിനെ കാണിക്കാം. അപ്പൊ തമിഴ് ടോക്കീസ് അതൊരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ഭരദ്വാജ് രംഗൻ ചെയ്തിട്ടുണ്ടോ? അത് നോക്കാം. അത് നമ്മൾ എടുത്തില്ല, വ്യൂസ് വെച്ചാണ് എടുത്തത്. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റും ആണ്. അപ്പൊ 130 is 128. കുഴപ്പമില്ല. അപ്പൊ പുള്ളി ഒരു ആവറേജ് ആണ്. റൈറ്റ്. അടുത്തത് ആരെ? അത് ഷസാമിന്റെ തമ്പനയിലെ അത് റിവീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് വിചാരിച്ച പോലെ 107. ഓ, അത് കുറവാണ്. അടുത്തത് റീലോഡ് മീഡിയ. പുള്ളി ഒരു പുതിയതാണെന്ന് തോന്നുന്നത്, ഞാൻ അത്ര കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷെ നല്ല വ്യൂ ആയിരുന്നു അല്ലേ? ഇതെന്താണ് ഇത് ഭയങ്കര കുറഞ്ഞു പോയത്. പുള്ളി പറയുന്നതും ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. വളരെ പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോക്കസ് ഇല്ലാത്ത സിനിമ എന്നൊക്കെയാ പറഞ്ഞാണ് പുള്ളിയുടെ റിവ്യൂല് വന്നിരുന്നത്. നിങ്ങൾ റിവ്യൂ കണ്ടാൽ മനസ്സിലാവും. ഈ സ്കോറായിട്ട് ഞങ്ങൾ വാലിഡേറ്റ് ചെയ്തായിരുന്നു, ആക്ച്വലി മാച്ച് ആയിരുന്നു. നമ്മളെ പോലെ രണ്ടുപേരിരുന്ന് റിവ്യൂ എന്ന ഒരു ചാനലാണ് റിവ്യൂ ആണ്. അപ്പൊ അവരെത്രയാണ്? കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ നോക്കിയാലും ഒരു ടിക്കറ്റിന് ആവറേജ് ആയിട്ട് മിക്ക തിയേറ്റേഴ്സിലും 140 വരുന്നുണ്ട്. 140 ഇപ്പൊ ഇതിപ്പോ OTT കാണാന്നാണ് പറയണത് നമ്മള്. വീക്ക് ഡേയ്സിൽ പോയാൽ മതി. വെനസ്ഡേ 99 രൂപ ഉള്ളൂ PVR. ഞങ്ങൾ ഇടക്കിടക്ക് അതിന് പോകാറുണ്ട്. ലാസ്റ്റ് ആയിട്ട് പിന്നത്തെ സൂപ്പർ സ്റ്റാർ കോക്ക്. അതെ, എത്രയും നോക്കാം. ഏറ്റവും കൂടുതൽ കൊടുത്ത പോലെ ഉണ്ടല്ലോ. അല്ല, ആവറേജിൽ ഏറ്റവും കൂടുതൽ പുള്ളിയാണ്. ഓ, ഓക്കെ. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി നിവിൻ പോളിയുടെ പെർഫോമൻസിനെ വളരെ വർഷങ്ങൾക്ക് ശേഷത്തിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഭയങ്കര നമ്മളെ പോലെ കട്ട ഫാനാന്ന് തോന്നുന്നു നിവിൻ പോളിയുടെ. നമുക്കപ്പോ അതിന്റെ ആവറേജ് നമുക്ക് പറയാം. ഈ ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീലോഡ് മീഡിയ 32 കൊടുത്തുള്ളൂ, പക്ഷേ JBI TV 193 കൊടുത്തത്. ഇവര് രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഒരു മീഡിയ റേഞ്ചിൽ നിൽക്കുന്നത്. അവരുടെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 130 rupees ആണ് വരുന്നത് ആവറേജ്. അതെ, പക്ഷെ ഇവര് രണ്ടുപേരെയും നമ്മൾ മാറ്റി നിർത്തി. ഇവർക്ക് ഇരുന്നാൽ പോലും ഒരു 126, ഒരു 3 രൂപ. അതെ, അതുകൊണ്ട് നമുക്ക് 130 തന്നെ നമുക്ക് കണക്കിലെടുക്കാം. 130 നമുക്ക്. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 130 കൂടുതൽ ഇതിന് പേര് കാണരുത്. ഇൻഫാക്ട് 140 ഇപ്പോഴത്തെ മിനിമം. അത് കണ്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല. 150 കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നില്ല. അതെ, മേളത്തെ ടിക്കറ്റ് എടുക്കാതിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സിനിമ പോയി കാണാം. അത് ഇതിനുള്ള വർത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വേറെ നമുക്ക് ഇതും ആവേശം ഒന്ന് കമ്പയർ ചെയ്താൽ. ഓക്കെ, ആവേശത്തിന് കിട്ടിയ സ്കോർ നമ്മൾ സ്ക്രീനിൽ ഫ്ലാഷ് ചെയ്യാം. അതൊരു ഹിറ്റ് പടമാണ് ഇപ്പൊ OTT ഇറങ്ങിയത്. എന്നാലും നമ്മൾ അതിനെ സെയിം രീതിയിൽ ഇവരുടെ റിവ്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്പറും ആ നമ്പറും മാച്ച് ആവുന്നുണ്ടോ, ആ റിവ്യൂ ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ. അല്ലെങ്കിൽ നിങ്ങളും സിനിമ കണ്ടു കാണും. ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എമൗണ്ട് ആണോ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇവരുടെ റിവ്യൂ നമ്മൾ നേരെ പോയി കാണുമ്പോൾ ഇവർ കുറെ സ്പോയിലേഴ്സ്
അറിഞ്ഞുകൊണ്ടായിരിക്കില്ല സെക്കൻഡ് ഹാഫിലെ 10ാമത്തെ മിനിറ്റ് മിസ് ചെയ്യരുത്, ഫസ്റ്റ് ഹാഫിലെ 3ാമത്തെ മിനിറ്റ് മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് സർപ്രൈസ് ആയിട്ടല്ല കിട്ടുന്നത്, നമ്മളതിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കാണും. അപ്പൊ അത് സ്പോയിൽ ആവാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന മോഡലിലുള്ള ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും അവരെന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് റിവീൽ ആവില്ല. അതെ, നമ്മൾ ആകെ അറിയാൻ പോകുന്ന സ്കോറാണ്. രണ്ടാമത് ഞങ്ങൾ ഈ സിനിമയും കണ്ടിട്ടില്ല, അപ്പൊ ഞങ്ങൾ സ്പോയിൽ ചെയ്യില്ല. ആ